ഇപ്പോൾ നീറ്റ് കഴിഞ്ഞവരോട് എനിക്ക് പറയാനുള്ളത് ഇതൊന്നൊരു അവസാനമല്ല. ഹായ്, മൈസെൽഫ് നന്ദന. ഐ എം എ ഫസ്റ്റ് ഇയർ മെഡിക്കൽ സ്റ്റുഡൻറ്റ് ഓഫ് യൂണിവേഴ്സിറ്റി ഓഫ് ജോർജിയ. ഞാൻ MBBS ചൂസ് ചെയ്യാനുള്ള കാരണം ചെറുപ്പം മുതലേ ഡോക്ടർ ആണെന്നായിരുന്നു എൻ്റെ ആഗ്രഹം ഉണ്ടായിരുന്നത്. എൻ്റെ പേരൻസ് അതിനുവേണ്ടി നല്ലോണം സപ്പോർട്ട് ചെയ്തിരുന്നു. 11th ഞാൻ സയൻസാണ് ചൂസ് ചെയ്തിരുന്നത്. അത് കഴിഞ്ഞ് ഞാൻ നീറ്റ് അറ്റംപ്റ്റ് ചെയ്തു. എൻ്റെ ഫസ്റ്റ് ട്രയൽ എനിക്ക് കിട്ടിയില്ല. സെക്കൻഡ് ട്രയൽ ഞാൻ നല്ലോണം ഹാർഡ് വർക്ക് ചെയ്തതായിരുന്നു. ആ ഇയറിൽ കട്ട് ഓഫ് ഭയങ്കര കൂടുതലായിട്ട് എനിക്ക് ഭയങ്കരമായിട്ട് സ്ട്രെസ് ആയിരുന്നു. കിട്ടുമോ കിട്ടില്ല എന്നുള്ളത് അറിയില്ലായിരുന്നു. അങ്ങനെ എൻ്റെ പേരൻസ് എന്നോട് പറഞ്ഞു നമുക്ക് അബ്രോഡ് ട്രൈ ചെയ്യാമെന്ന്. അങ്ങനെയാണ് ഞാൻ ജോർജിയയിലേക്ക് എത്തിയത്. അബ്രോഡ് വരുന്ന എല്ലാവർക്കും ഒരു പേടി ഉണ്ടാവും. അതുപോലെ തന്നെയായിരുന്നു എനിക്കും. എൻ്റെ പേരൻസിനും ആ പേടി ഉണ്ടായിരുന്നു. അങ്ങനെ അവർ കുറേ അന്വേഷിച്ചു. ഒരു ബെസ്റ്റ് ഓപ്ഷനായിട്ടാണ് പിന്നെ ഞങ്ങൾ ഫ്യൂച്ചർ ഫാക്ടറി ചൂസ് ചെയ്തത്. ഞങ്ങൾ ഫ്യൂച്ചർ ഫാക്ടറി ചൂസ് ചെയ്തതിന് ശേഷം ഞങ്ങൾ കുറേ കോൺടാക്ട് ചെയ്ത് അങ്ങനെ അവസാനം അവർ ഞങ്ങൾക്കൊരു ഓൺലൈൻ കൺസൾട്ടേഷൻ നടത്തിയിരുന്നു. അതിലാണ് ഞങ്ങൾ ഇവിടുത്തെ നെഗറ്റീവ്സും പോസിറ്റീവ്സും ഒക്കെ ഞങ്ങൾ സംസാരിച്ചിരുന്നതും അങ്ങനെ യൂണിവേഴ്സിറ്റി ഓഫ് ജോർജിയനെ കുറിച്ച് കുറേ കൂടെ അറിഞ്ഞത്. അങ്ങനെ എല്ലാ കൺസൾട്ടേഷനും എല്ലാ കാര്യങ്ങളും കഴിഞ്ഞ് ഞങ്ങൾ ഡോക്യുമെൻറ്റേഷൻ സ്റ്റാർട്ട് ചെയ്തു. ഞാനിവിടെ വരുന്നതെന്നുള്ള കാര്യം ഉറപ്പിച്ചതിന് ശേഷം എയർപോർട്ട് പിക്കപ്പ് മുതൽ അപ്പാർട്ട്മെൻറ്റ് സെർച്ചിങ്ങും ഇവിടെ സെറ്റിൽ ആവുന്നത് വരെയും ഫ്യൂച്ചർ ഫാക്ടറി ഒപ്പം ഉണ്ടായിരുന്നു. ഇപ്പോൾ നീറ്റ് കഴിഞ്ഞവരോട് എനിക്ക് പറയാനുള്ളത് ഇതൊന്നൊരു അവസാനമല്ല. ഞാനും ഇതുപോലെ കടന്നു പോയിരുന്നായിരുന്നു ഈ ഒരു അവസ്ഥയിലൂടെ. നീറ്റ് കഴിഞ്ഞവർക്ക് ഇനിയും കുറേ ഓപ്ഷൻസ് ഉണ്ട്. ഇനി നിങ്ങൾക്ക് ഡോക്ടർ ആണെന്നുണ്ടെങ്കിൽ തന്നെ യൂണിവേഴ്സിറ്റി ഓഫ് ജോർജിയ ഒരു നല്ലൊരു ഓപ്ഷനാണ്. യൂണിവേഴ്സിറ്റി ഓഫ് ജോർജിയയിൽ MBBS പഠിക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്തായാലും ഫ്യൂച്ചർ ഫാക്ടറിനെ കോൺടാക്ട് ചെയ്യാം.